ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീം കോടതിയുടെ വിശാല ഭരണഘടനാ ബെഞ്ചിൽ ഇന്നും വാദം തുടരും. കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദങ്ങൾ ഉന്നയിക്കും. ശബരിമല യുവതീ പ്രവേശനത്തിൽ കോടതിയുടേത് തെറ്റായ വിധിയെന്നും ഇത് തിരുത്തണമെന്നും കേന്ദ്രത്തിനു വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇന്നലെ വാദിച്ചു. വിവരങ്ങളുമായി ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. അച്യുതൻ, വെരി ഗുഡ് മോർണിംഗ്. കേന്ദ്ര സർക്കാരിന്റെ വാദം ഇന്ന് തുടരും. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഏറെ സങ്കീർണമായ വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നടപടികൾ എന്തൊക്കെയായിരിക്കും? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ഗോകുൽ. ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ ഇന്നും സുപ്രീം കോടതിയുടെ വിശാല ഭരണഘടനാ ബെഞ്ചിൽ വാദം തുടരുകയാണ്. 10:30 തന്നെയായിരിക്കും കോടതി നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുക. ഇന്നലെ കേന്ദ്ര സർക്കാരാണ് ആ വാദം, അതായത് ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നവരുടെ വാദം അത് തുടങ്ങിയത് കേന്ദ്ര സർക്കാരാണ്. പ്രധാനമായും ആചാരങ്ങൾ മുൻനിർത്തിയായിരുന്നു കേന്ദ്ര സർക്കാർ ഇന്നലെ കോടതിയിൽ വാദിച്ചത്. അതായത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ മതങ്ങളിൽ വൈവിധ്യവും അതുപോലെ തന്നെ ബഹുസ്വരതയുമുണ്ട്, അതെപ്പോഴും പരിഗണിക്കപ്പെടണം. അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ ഇവിടെ ശബരിമലയിലുള്ളത് അതൊരു ആചാരമായി തന്നെ കാണണം, അല്ലെങ്കിൽ മറിച്ച് അവിടെ തുല്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ലിംഗസമത്വത്തിനെതിരായ ഒന്നല്ല എന്ന കാര്യങ്ങൾ ഇന്നലെ കേന്ദ്ര സർക്കാർ വിശദീകരിക്കുകയുണ്ടായി. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ കോടതിയുടേത് തെറ്റായ ഒരു വിധിയാണ്, അത് തിരുത്തണമെന്നും തൽക്കാലം ഈ 7 ഭരണഘടനാ വിഷയങ്ങളിൽ മാത്രം തങ്ങൾ വാദം ചുരുക്കുകയാണ് എന്നുമായിരുന്നു കേന്ദ്ര സർക്കാർ ഇന്നലെ വാദിച്ചത്. പക്ഷെ അപ്പോഴും ചില പ്രസക്തമായിട്ടുള്ള നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിലേറെ സുപ്രധാനപ്പെട്ടത് ജസ്റ്റിസ് നാഗരത്ന നടത്തിയൊരു നിരീക്ഷണമായിരുന്നു. അതായത് ആർത്തവ സമയത്ത് ഇന്നും സ്ത്രീകൾക്ക് തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം ജസ്റ്റിസ് നാഗരത്ന നിരീക്ഷിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഈ സാമൂഹ്യ തിന്മ അത് ആചാരമായി വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അവിടെ കോടതിക്ക് ഇടപെടാനാകും എന്ന കാര്യവും ഇന്നലെ വാദത്തിന്റെ ഘട്ടത്തിൽ ജസ്റ്റിസ് നാഗരത്ന നിരീക്ഷിച്ചു. അങ്ങനെ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നും കേന്ദ്ര സർക്കാരിന്റെ വാദമായിരിക്കും തുടരുക. എന്തായാലും സംസ്ഥാന സർക്കാരും ഈ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നവർക്കൊപ്പം വാദിക്കണം എന്നൊരാവശ്യമാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ നോഡൽ കൗൺസിലിനെ അറിയിച്ചത്. അങ്ങനെയെങ്കിൽ ഇനി സംസ്ഥാന സർക്കാരിന്റെ വാദവും വരുന്ന ദിവസങ്ങളിലുണ്ടാകും. നാളെ വരെയാണ് ഈ പുനഃപരിശോധന ഹർജികളെ പിന്തുണയ്ക്കുന്നവർക്ക് വാദം ഉന്നയിക്കാൻ സമയം. അങ്ങനെയെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ വാദം ഒരുപക്ഷെ നാളെ ആയിരിക്കും കോടതിയിൽ നടക്കുക. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.